മധ്യവേനൽ അവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് സ്കൂളുകൾ തുറന്നു. 42 ലക്ഷം വിദ്യാർത്ഥികളാണ് ഇന്ന് വിവിധ സ്കൂളുകളിലായി എത്തിയത്. പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ പുരോഗതിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് കേരളത്തിലെ അമ്മമാരാണ് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. അവരുടെ കുഞ്ഞുങ്ങളോടുള്ള ശ്രദ്ധ, അവരുടെ പഠനകാര്യത്തിലുള്ള ശ്രദ്ധ. ഇപ്പോൾ PTA യോഗം വിളിച്ചാൽ ഒരു 80% സ്ത്രീകളായിരിക്കും. വളരെ കുറച്ച് പുരുഷന്മാരേ വരുള്ളൂ. പിതാക്കന്മാർ വളരെ കുറച്ചാണ്. അമ്മമാരാണ് PTA യോഗത്തിൽ വരെ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ പഠനകാര്യത്തിൽ അവരാണ് ഏറ്റവും ശ്രദ്ധയുള്ളത്. ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് അധ്യാപകരും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കണം, നല്ല സൗഹൃദം ഉണ്ടാക്കണം. കുട്ടികൾ അവരുടെ ചെറിയ പ്രായത്തിൽ ഒരുപാട് കഴിവുകൾ അവരുടെ പുറത്തു വരും അറിയാതെ. ചിലപ്പോൾ വീട്ടിൽ വെച്ചായിരിക്കാം, ചിലപ്പോൾ സ്കൂളിൽ വെച്ചായിരിക്കാം. അങ്ങനെ കണ്ടാൽ അധ്യാപകരും രക്ഷകർത്താക്കളും തമ്മിൽ അത് പരസ്പരം പങ്കുവയ്ക്കണം. വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ, ഗതാഗത മന്ത്രി CP ജോൺ, മറ്റ് ജനപ്രതിനിധികൾ, കലാ സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളിൽ സൈബർ സുരക്ഷ സംബന്ധിച്ച ബോധവൽക്കരണം ലക്ഷ്യമിട്ട് കേരള പോലീസ് സൈബർ ഡോം നടപ്പാക്കുന്ന കിഡ് ഗ്ലൗ പദ്ധതിയുടെ ഭാഗമായി എല്ലാ പ്രവേശനോത്സവ ചടങ്ങുകളിലും സൈബർ സുരക്ഷ പ്രതിജ്ഞയെടുത്തു. ആലപ്പുഴ ജില്ലാ സ്കൂൾ പ്രവേശനോത്സവം ചാരമംഗലം ഗവൺമെന്റ് DVHSSൽ പ്രൗഢഗംഭീരമായി നടന്നു. ചേർത്തല MLA P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K മഹേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. വിരമിച്ച അധ്യാപകർക്കും മിടുക്കരായ വിദ്യാർത്ഥികൾക്കുമുള്ള എൻഡോമെന്റ് വിതരണവും മധുര പലഹാര വിതരണവും വിവിധ കലാപരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. അതേസമയം കോട്ടയം സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം കോട്ടയം MD സെമിനാരി സ്കൂളിൽ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു.